2 വർഷം മുമ്പ് 2024 തുടങ്ങിയതാണ്. ദയാൽ മാസ്റ്റർ പറഞ്ഞ പോലെ ഇലകളെല്ലാം അടിച്ചു വാരി കൂട്ടി ഒരു സ്ഥലത്ത് ഇടുക. ഞാനതിന് ഒരു പന്തൽ കമഴ്ത്തി വെച്ച് ചുറ്റും വലയിട്ട് ഒരു ഇടമുണ്ടാക്കി അവിടെയാണ് ഇടാറ്. 2 കൊല്ലമായി അടിച്ചു വാരി കൂട്ടുന്ന എല്ലാ ഇലകളും കത്തിക്കാതെ അവിടെ കൊണ്ടിട്ടു. ഇപ്പോൾ ഇതാ പറമ്പിലേക്ക് എല്ലാ മരങ്ങൾക്കും ചെടികൾക്കുമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മേൽഭാഗത്ത് കിടന്നിരുന്ന ഇലകളാണ്. അതിവിടെ വെട്ടിയ ഒരു തെങ്ങിൻ്റെ മുകളിലായിട്ട് കൂട്ടിയിരിക്കുകയാണ്. അതിലാ തെങ്ങിൻ്റെ തടികളൊക്കെ അടിയിലുണ്ട്. അവിടെ ഇനി നേരത്തെ ഇട്ട പോലെ തന്നെ കുമ്മായവും ചാണകവെള്ളവും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കും. കുമ്മായമിടും, ചാണകവെള്ളം തളിക്കും. ഇലകൾ കത്തിക്കല്ലേ എന്നുള്ള അനവധി വീഡിയോകൾ ഞങ്ങൾ ദയാൽ മാസ്റ്ററുടെ ഉപദേശപ്രകാരം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ നോക്കൂ, അടിയിൽ 2 കൊല്ലം മുമ്പ് നിക്ഷേപിച്ച ഇലകളെല്ലാം പൊടിയായി നല്ല വളമായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഇത്. ഇലകൾ കത്തിക്കരുത്. കാർബൺ മൂവ്മെൻ്റാണ് ലൈഫ്. കാർബൺ മൂവ്മെൻറ്റ്. ഇലകളൊക്കെ കാർബണായിട്ട് മാറ്റി വളമാക്കി മാറ്റി മണ്ണിനോട് ചേർത്താൽ അത് ചെയ്യുന്ന ഗുണം ഒന്ന് വേറെ തന്നെ. നാം ഇലകൾ കത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? 4% മാത്രം ചാരമായി കിട്ടുന്നു. ബാക്കിയെല്ലാം അന്തരീക്ഷത്തിൽ വിവിധ മൂലകങ്ങളായി പരന്നു പോകുന്നു. അത് നമുക്ക് മണ്ണിൽ ഉപയോഗയുക്തമാവാതെ ബാക്കിയാവുന്നു എന്നല്ല, നഷ്ടമാവുന്നു. ഇത് നോക്കുക, ഇലകൾ കത്തിക്കരുത്, കത്തിച്ച് ചാരമാക്കരുത്. അത് മണ്ണിന് വളമാക്കുക. അവോക്കാഡോ, പ്ലാവ്, മാവ്, വാഴകൾ, എല്ലാറ്റിനും വളം.